നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. കീം ഓൾ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസിന് ഇനി ഏകദേശം 15 ദിവസങ്ങൾ കൂടി, ഏകദേശം 2 ആഴ്ച കൂടി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നീറ്റോ ജെഇഒ പ്രിപ്പയർ ചെയ്യുന്ന പോലെ ഒരു 100-ൽ 70-60% ശരിക്കും ഒന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എപ്പോഴും കീം എന്ന് പറയും. അത് 2 ആഴ്ച കൊണ്ടൊന്ന് റിവൈസ് ചെയ്തൊന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ റിവൈസ് ചെയ്ത് നോക്കാം. പല രീതികളിലും കീം നമുക്ക് കൈ എത്തിയാൽ പിടിക്കാവുന്നൊരു സംഭവമാണ്. പക്ഷേ നീറ്റ് നമുക്ക് കൈ എത്താൻ ദൂരത്താണ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പറ്റും. പക്ഷേ ഞാൻ പറഞ്ഞത് ഇതൊരു ആവറേജ് കുട്ടികൾക്കും പിടിച്ചെടുക്കാൻ പറ്റുന്നതാണ് കീം എന്ന് പറയുന്നത്. നമ്മൾ കുറച്ചേറെ ആയിരക്കണക്കിന് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അത്യാവശ്യം നമ്മൾ ഏകദേശം ഒരു റാങ്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മെറിറ്റ് അടിസ്ഥാനത്തിൽ നമുക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നു. പല കോളേജിലും അധ്യാപകനായി നമ്മൾ വർക്ക് ചെയ്തുകൊണ്ട് വ്യക്തമായ അങ്ങനെ ഒരു ധാരണയുണ്ട്. കാരണം നമുക്ക് അത്യാവശ്യം ഫസ്റ്റ് റാങ്കോ പലപ്പോഴും ഞാൻ പറയാം, ഫസ്റ്റ് റാങ്കോ സെക്കൻഡ് റാങ്കോ തേർഡ് റാങ്കോ ഒന്നും കിട്ടണമെന്ന് നിർബന്ധമില്ല. ഇത്ര 5000, 3000, 8000 ഒക്കെ റാങ്ക് കിട്ടിയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല കോളേജുകളിൽ, ചിലപ്പോൾ നല്ല കോളേജുകളിൽ, ഏറ്റവും ടോപ്പ് കോളേജ് എന്നല്ല, വേറെ നല്ല എല്ലാ ഒരു കോളേജിലല്ലോ, വേറെ കോളേജിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാം. അത് നിങ്ങളൊന്ന് ശ്രമിക്കുക, ഒരു 15 ദിവസം ഒന്ന് ശ്രമിക്കുക. നമ്മുടെ ഓൺലൈൻ ബാച്ചസിൽ പുത്തൻ ബാച്ചസ് ഇതിനു വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു റിവിഷൻ ക്ലാസ്സസ് എന്നുള്ള രീതിയിൽ അതിനകത്തൊരു 500 രൂപ, ആകെ 2000 രൂപയുള്ള ഫീസ് എല്ലാ സബ്ജക്ട്സിനും കൂടെ. നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും സെപ്പറേറ്റ് സബ്ജക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കീമിന് PC ആണ്, ഫിസിക്സ് കെമിസ്ട്രി മാത്സ് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ആകാം. അതിന് 1000 രൂപ മാത്രമേ ഉള്ളൂ ഫീസ്. ഫിസിക്സ് മാത്രം എടുക്കുന്നതിന്, മാത്സ് മാത്രം എടുക്കുന്നതിനോ, കെമിസ്ട്രി മാത്രം 1000 രൂപയുള്ളൂ ഫീസ്. ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുന്നതിന് നിങ്ങൾക്കും അതൊരു വലിയ നേട്ടമായിരിക്കും. അന്നേരം നന്നായിട്ട് പിടിക്കുക. 15 ദിവസങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കാം, കിടിലനായിട്ട് ഉപയോഗിക്കാം. നെവർ എവർ ഗിവ് അപ്പ്.